തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ച് ഒരു മറുപടി നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ അതൊരു നോട്ടീസായിട്ട് രാഹുലിനെ പൂട്ടുമെന്ന രൂപത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നൽകിയ മറുപടി. അതും രാഹുൽ ഗാന്ധി ജയിലിൽ വരെ കിടത്താവുന്ന തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ ആരോപണങ്ങളെയും മുഖവിലക്കെടുത്ത് അവിടെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പകരം രാഹുൽ ഒപ്പിട്ട ഒരു സത്യപ്രസ്താവന നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. രാഹുൽ പറഞ്ഞത് മുഴുവൻ ശുദ്ധ നുണയാണ് എന്നും രാഹുൽ സമർപ്പിച്ചത് വ്യാജരേഖകളാണ്, അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഇപ്പറഞ്ഞ പരിപാടികളെല്ലാം നടത്തിയത് എന്ന രൂപത്തിൽ രാഹുലിനെതിരെ കൊമ്പ് കുലുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെയാണ് വീണ്ടും ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ പ്രതിപക്ഷം മുഴുവൻ രാഹുലിന് പിന്നിൽ അണിനിരക്കുന്നത്. രാത്രിക്ക് രാത്രി രാഹുൽ നടത്തിയ അത്താഴ വിരുന്നിന് ശേഷമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ നീങ്ങുന്നത്. ഈ കാര്യത്തെക്കുറിച്ചും രാഹുലിനെ എങ്ങനെയാണ് ജയിലിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിവിടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമാണ് NK പ്രേമചന്ദ്രൻ ഇന്നലെ മനസ്സ് തുറന്നുകൊണ്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ആ വീഡിയോ കാണാം. ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ്. സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ ആ ആക്ഷേപം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, സതുദ്ദേശപരമല്ലെങ്കിൽ ജയിൽ ശിക്ഷ അടക്കമുണ്ടാകുമെന്നുള്ള പരോക്ഷമായ ഇലക്ഷൻ കമ്മീഷന്റെ പരാമർശം ഒരു തരത്തിലുള്ള ഭീഷണി കൂടിയാണ്. ഈ നിലയാണ് ഇലക്ഷൻ കമ്മീഷൻ തുടരുന്നതെങ്കിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള നടപടികളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. കാരണം ഗൗരവതരമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആരോപണങ്ങൾ ഉന്നയിച്ചയാളിനെ പരോക്ഷമായി രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്, ആദ്യം ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ് അവകാശവാദം ഉന്നയിക്കുന്നത്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള 1950 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 21-ാം വകുപ്പനുസരിച്ചിട്ടാണ് ഇലക്ടറൽ റോൾസ് പുനഃപരിശോധിക്കുന്നത്, റിവൈസ് ചെയ്യുന്നത്. ആ ഒരു നടപടി പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ എവിടെയാണ് ചർച്ച ചെയ്യാൻ കഴിയുന്നത്? ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കോണ്ടക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ്റെ ബിഹേവിയർ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ മിസ്ബിഹേവിയറിനെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടല്ല ആക്ഷേപം ഉന്നയിക്കുന്നത്. പ്രധാനമായും SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ 4 മാസം മാത്രമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളപ്പോഴാണ് ഈ പരിഷ്കാരവുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വരുന്നത്. വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ന്യൂനപക്ഷ ദളിത് വോട്ടർമാർ ഉൾപ്പെടെ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉൾപ്പെടെ ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണ്. അതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഹരിയാനയിലും പരീക്ഷിച്ച അതേ തന്ത്രമാണ് ബീഹാർ സംസ്ഥാനത്തും തുടർന്ന് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പരീക്ഷിക്കാൻ വേണ്ടി BJP പരിശ്രമിക്കുന്നത്. അതിനൊത്താശ നൽകുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രൂപത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഉണ്ടായാൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ രാജ്യത്തെ അംഗീകൃത ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവർ പറയുന്നത് മുഖവിലേക്കെടുക്കാനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകാതെ വരുന്ന പക്ഷം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ ഇന്ത്യൻ പ്രതിപക്ഷം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ഒഴിവാക്കാൻ ഗവൺമെൻറ്റും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഒന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ തള്ളിവിടരുത്.
ഞങ്ങൾ വളരെ ആദരവോടെ ബഹുമാനത്തോടു കൂടിയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കാണുന്നത്. പക്ഷേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഓരോ പ്രതികരണങ്ങളും ഏകപക്ഷീയമാണ്, പക്ഷപാതപരമാണ്. ഒരിക്കലും ഒരു സുതാര്യവും ജനാധിപത്യപരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്രയും ഗൗരവതരമായ ആക്ഷേപം രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്, അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും ആ കാര്യത്തിൽ ഒരന്വേഷണം, പ്രാഥമികമായ പരിശോധന. 80 വോട്ട് ഒരു സ്ഥലത്ത്, ഒരു മുറി മാത്രമുള്ള ഒരു കെട്ടിടത്തിൽ 80 വോട്ട് ചേർത്തുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെട്ട BLOയെ നടപടി സ്വീകരിക്കാമല്ലോ, ബൂത്ത് ലെവൽ ഓഫീസറെ. അങ്ങനെ ഒരു 100 പേർക്കെതിരായി നടപടി സ്വീകരിച്ചാൽ ഭാവിയിൽ ഒരു ഉദ്യോഗസ്ഥനും ഈ രൂപത്തിൽ കള്ള വോട്ട് ചേർക്കാൻ തയ്യാറാകില്ല. അത് ചെയ്യുന്നതിന് പകരം താങ്കൾ അഫിഡവിറ്റിനോടൊപ്പമുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരിശോധിക്കാമെന്നും, പരിശോധിക്കുമ്പോൾ സതുദ്ദേശപരമല്ലാതെയാണ് അപേക്ഷ നൽകിയതെങ്കിൽ ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരോക്ഷമായി ആരോപണം ഉന്നയിക്കുന്നവരെ, ആക്ഷേപം ഉന്നയിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അത് ശരിയല്ല. അതുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറാകണം. ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കർക്കശമായ ശിക്ഷാ നടപടികൾ ബന്ധപ്പെട്ടവർക്കെതിരെ സ്വീകരിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. BJPയും ഗവൺമെൻറ്റും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് പോലും കേന്ദ്ര ഗവൺമെൻറ് സഭയിൽ തയ്യാറാകാത്തത്.